എല്ലാവർക്കും നമസ്കാരം. നാട്ടുകാരെ ഓടിക്കോ, കള്ളന്മാര് വരുന്നുണ്ട് എന്നാണ് മുദ്രാവാക്യം. അത് എന്തിന്റെ മുദ്രാവാക്യമാണെന്ന് നിങ്ങൾക്കറിയാവോ? നവകേരളയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് അടി കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചു കാണുമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നിരുന്നാലും പിണറായി വിജയന്റെ അടുത്ത് ആര് കറുപ്പിട്ട് പോയി കഴിഞ്ഞാലും അവരെ ശരിയാക്കുന്ന ഒരു ശീലമാണ് നമ്മുടെ പിണറായി വിജയനും കൂട്ടർക്കും ഉള്ളത്, പിണറായിയുടെ ആഭ്യന്തര വകുപ്പിനും ഉള്ളത്. അപ്പൊ ഇന്ന് ഒരു വ്യത്യസ്തമാർന്ന ഒരു സമരം ഞാൻ കണ്ടത് കൊണ്ടാണ് അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് തോന്നി. അപ്പം തീർച്ചയായിട്ടും അത് നമുക്ക് കണ്ടുനോക്കാം. ഓക്കെ, ഇത് നിങ്ങൾ കണ്ട സാധാരണ പ്രതിഷേധമാണ്. അതായത് സാധാരണക്കാരന്റെ പ്രതിഷേധം. നാട്ടുകാരെ ഓടിക്കോ, കള്ളന്മാര് വരുന്നുണ്ട്. എന്താണ് സംഭവം? നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ആര് കറുപ്പിട്ട് ചെന്ന് കഴിഞ്ഞാലും ഉടനടി ഒന്നിക്കൽ അവനെ അറസ്റ്റ് ചെയ്ത് നീക്കുക, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യുക എന്നുള്ള മുറയാണ് നമ്മുടെ പിണറായി വിജയനും ഈ കൂട്ടരും കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ ഇന്ന് വളരെ എന്താ പറയുന്നത്, പൈശാചികമായിട്ട് ഒരാളെ തല്ലിച്ചതക്കുന്ന ഒരു വീഡിയോ കാണാൻ ഇടയായത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് മോശം കമന്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഇടും എന്ന് എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും സാരമില്ല. എന്നിരുന്നാലും നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നില്ലേ? ശബരിമലയില് സ്വാമി, അതായത് മലക്ക് പോകുമ്പോൾ മാലയിട്ട ആൾക്കാർക്ക് പോലും നവകേരള യാത്രയുടെ അടുത്തു പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി കേരളം. നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് ഒരു സ്വാമിനെയാണ് പിടിച്ചു ഉന്തുന്നത്. സംസ്ഥാനത്തിന്റെ വായ്പയായി പരിഗണിക്കുന്നതിന് പിന്നിലുള്ള അപ്പൊ ഇതൊക്കെ എത്ര കാലത്തേക്കാണ് എന്റെ പിണറായി വിജയ മുഖ്യമന്ത്രി നിങ്ങൾ ഈ കാണിക്കുന്നത് അല്ലേ? ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാലോ പക്ഷേങ്കിൽ നിങ്ങൾ അത് തന്നെ വർഗീയവാദിയാക്കും. അതാണ് ശരി അല്ലെ? എന്ത് കാര്യങ്ങൾ ഞങ്ങൾ കേരളത്തിനെ പറ്റിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ലസിത പാലക്കൽ വർഗീയവാദി. ലസിത പാലക്കൽ 2 വർഷം മുന്നേ കല്യാണം കഴിച്ച കാര്യം ഇപ്പോഴാണ് ലോകത്തിലെ ആൾക്കാർ രണ്ടാം കെട്ടുകാരി എന്നുള്ള ചിഹ്നം മനസ്സിലാക്കുന്നത് പോലും. സംഭവമി യുഗേ യുഗേ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാനാ എന്റെ സുഹൃത്തുക്കളെ? ലോകത്തിൽ ആദ്യമായിട്ട് രണ്ടാം കെട്ടുകാരി ഒന്നല്ല ഞാൻ. അപ്പം പോരാളി ഷാജി അണ്ണൻ ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ പിന്നെ എന്താ പറയേണ്ടത്, ഒളിച്ചോടിയിട്ട് കേസ് കൊടുത്തു, അങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നാണവും മാനവും ഉണ്ട്. അവരവരെ വ്യക്തിപരമായ കാര്യം ഒറ്റ തന്തക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ മുഖ ഇടിയായിട്ട് വന്നിട്ട് ഇത് കാണിക്കുന്നതാണ് ആണത്തം എന്നൊക്കെ പറയുന്നത്. നിന്നെയൊക്കെ നമ്മൾ ആണത്തത്തിൽ പെടുത്തുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ സ്വന്തം ഐഡിയയിൽ വന്നിട്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പം നിന്നെയൊക്കെ ഏത് കളത്തിലാണ് പെടുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. CPM-ന്റെ സൈബർ ഗുണ്ടകളെ. ഒരു 6 വയസ്സുകാരിനെ കൊന്നത് DYFI-കാരനാണെന്ന് പറഞ്ഞതിന് ശേഷം ഭയങ്കര ചർച്ചാ വിഷയം. എവിടെയും ചർച്ചകൾ വന്നിട്ടില്ല പോലും. എന്തുകൊണ്ടാണ് ഒരു 6 വയസ്സുകാരിനെയല്ലേ നിങ്ങളെ നേതാവ് കൊന്നത്? എന്താ പറയേണ്ടത്? നിങ്ങളോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു 6 വയസ്സുകാരിനെ കൊന്നത് ഈ സഖാക്കന്മാർ ആരും കണ്ടിട്ടില്ല. ക്യാപ്സ്യൂളൊന്നും ഇറക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. നവകേരള യാത്രയല്ലേ, അപ്പോൾ ഈ ക്യാപ്സ്യൂൾ ഇറക്കേണ്ട സമയം അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് അവർ പാടുന്നതാണ് എന്തെന്ന്, മനുഷ്യനാവണം മനുഷ്യനാവണം. എന്ത് നരഭോജികൾ. എന്നിട്ട് ഇങ്ങനെ നാണോ മാനോ ഉളുപ്പുണ്ടോ നിങ്ങൾ ഇങ്ങനത്തെ പാട്ടൊക്കെ എടുത്തിടെ? കഷ്ടമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ലിസ്ത പലകൾ ഇവിടെ പോയി എന്നൊക്കെ ചർച്ച ചെയ്യുന്നത് നാണവും മാനമില്ലാത്ത ആൾക്കാർ മാത്രമേ ചർച്ച ചെയ്യൂ. കാരണം
ചർച്ച ചെയ്യാൻ പറ്റിയ ഒരുപാട് വിഷയങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആരും ഇതിനെ പറ്റിയിട്ട് ഒരു ചർച്ച വരാത്തത്? ഒരു 6 വയസ്സിലെ കുട്ടീനെ പിന്നെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് അവൻ നല്ല അന്തസ്സായിട്ട് ഇന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നല്ല കോടതി ശിക്ഷിക്കാതെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നു. അതിനായിരിക്കും ഒരക്ഷരം പോലും മിണ്ടാനില്ല. ഒരു സാംസ്കാരിക നായകൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ നവകേരള യാത്രയായിട്ട് മുഖ്യമന്ത്രി നല്ല അടിപൊളി ബസ്സിൽ നല്ല ടൂറിസ്റ്റ് പോലെ യാത്ര ചെയ്യുന്നു. അവിടെ ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് നിവേദനമോ കൊടുത്തു കഴിഞ്ഞാൽ അത് ചവറ്റുകുട്ടയിലാണ് ഇടുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഇതിനെ പറ്റിയിട്ടൊന്നും ആർക്കും ഒരു ചർച്ചാ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ലസിത പാലക്കൽ ഒളിച്ചോടി പോലും 2 പിള്ളേരെ അനാഥമാക്കിയിട്ട് ഒളിച്ചോടി എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? വ്യക്തിപരമായ കാര്യത്തിൽ നിങ്ങൾക്കൊന്ന് ഇടപെടാൻ എന്ത് അവകാശം? സ്വന്തം വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി, അതായത് പോരാളി ഷാജിനോടും അതിൻ്റെ ആൾക്കാരോടും ഒക്കെ സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾക്കുണ്ട്, എനിക്കുമുണ്ട്. അപ്പം സ്വന്തമായിട്ട് മുഖത്തോട് കൂടിയിട്ട് വന്നിട്ട് അഭിപ്രായം പറയാം. അതാണ് ആണത്വം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലല്ലോ? ഈ കൊല്ലത്ത് അതായത് 80 വയസ്സായ സ്ത്രീനെ തള്ളിയിട്ടിട്ടും അതും ഒരു സകാത്തിയാണ്. അപ്പൊ ഇതിനെ പറ്റിയിട്ടും നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കല്ല തീവ്രത അളക്കണ്ടിക്കൽ ശ്രീമതി ടീച്ചറെടുക്ക പോണ്ടി വരും അല്ലേ? നിങ്ങളെ പീഡനങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നിക്കൽ ക്യാപ്സ്യൂൾ ഇറക്കുക, അല്ലെങ്കിൽ ഈ തീവ്രത ഇത് തീവ്രത പാർട്ടി ക്ലാസ്സിൽ എടുക്കുന്ന തീവ്രത പോലെയായിരിക്കും എന്ന് ചിന്തിക്കുന്ന സഖാക്കളോടാണ് മറുപടി പറയാനുള്ളത്. നിങ്ങൾ വന്നിട്ട് അന്തം കമ്മികളും സുഡാപ്പികളും ഒക്കെ മറുപടി പറഞ്ഞേ ഒക്കൂ. പറഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ കുരു പൊട്ടിച്ചിട്ട് പോയിക്കോളുക. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര വീഡിയോ മതി. ശരി എന്നാല്.